യുദ്ധം വരുമ്പോൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠ നടത്തണമല്ല, യുദ്ധം വരാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ആദ്യകാലം മുതലേ പ്രാർത്ഥന വേണം. സഭയിലാകമാനം യുദ്ധം വരുമ്പോൾ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ഒരു പ്രാർത്ഥനയ്ക്ക് നടത്തുന്നതല്ല വിഷയം. മറിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങൾ, പൻഡേമിക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള രോഗങ്ങൾ, ഇങ്ങനെ വരെ പ്രൊട്ടക്ഷൻ പ്രെയർ, മാസ്ക് പ്രെയർ എന്ന് പറയാം. മാസ്ക് പ്രെയർ കർത്താവ് പ്രൊട്ടക്ഷൻ പ്രെയർ തന്നിട്ടുണ്ട്. എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ബൈബിളിൽ ഏറ്റവും രസകരമായ ഒരു പ്രാർത്ഥനയാണ്. പക്ഷേ അത് ഞാൻ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അത് മാസ്കാണല്ല എന്നാണ്. മാസ്ക് ഇടുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? പുറത്തുള്ള പൊടി, രോഗാണുക്കൾ ഒന്നും നമ്മുടെ ശരീരത്തെ ആക്രമിക്കത്തില്ല. അതുപോലെ തന്നെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അകത്ത് കർത്താവ് ഒരു മാസ്ക് വെച്ചിട്ടുണ്ട്. എന്താണ്? 11:4 എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം വായിച്ചോളൂ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. അതായത് ഇത് ആണൊരു മാസ്ക്. മനുഷ്യന് പല പ്രലോഭനമാണല്ലോ വരുന്നത്. ഇപ്പം ഞാൻ മൂന്ന് നില വീട് വെച്ചെന്ന് പറഞ്ഞ ഒരു പ്രലോഭനമാണ്. ഓരോ രീതിയിൽ ഇങ്ങനെ പ്രലോഭനം വന്നുകൊണ്ടേയിരിക്കും, ഇല്ലേ? ഇപ്പം നമ്മൾ കല്യാണം കഴിച്ച് 2 കുഞ്ഞുങ്ങളുമായി വേറെ ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ നമ്മുടെ സഹപ്രവർത്തക അതിനേക്കാൾ സ്വന്തം വൈഫിനേക്കാൾ സ്മാർട്ടായിട്ടൊരു അടിപൊളി സഹപ്രവർത്തക. അവിടെ അവരെല്ലാം പറയണ മുമ്പ് തന്നെ അവർ ഇൻ്റലിജൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു തരും. അപ്പം നമ്മളൊരു ദൈവമേ, എൻ്റെ വൈഫിനോട് കാര്യം പറഞ്ഞാൽ പിന്നെയും നമ്മൾ ചെന്ന് പറയണമല്ല, ഇതാണ് പെണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കെട്ടിയ പെണ്ണിനെ നമ്മളുടനെ ഒരു അതിൻ്റെ വില കുറച്ച് കാണും. ഇത് ഒരു പ്രലോഭനമാണ് ശരിക്കും. ഇതിങ്ങനെ ലോകം മുഴുവനും ഉണ്ട് ഇതുപോലെ. എവിടെ ചെന്നാലും ഇതുപോലൊരു സംഭവം. അതോടുകൂടി ചിലപ്പോൾ നമ്മളെ പെട്ടുപോയെന്ന് വരും. കാര്യം അതുകൊണ്ടാണ് ഈശോ മാസ്ക് ഇട്ടിരിക്കുന്നത്. രോഗാണുക്കളൊന്നും കയറാതിരിക്കാൻ, പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നോക്കി കയറാതിരിക്കാൻ വേണ്ടി, നമ്മുടെ ശരീരത്തിൽ കയറാതിരിക്കാൻ വേണ്ടി ഈശോ പറഞ്ഞു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. മാസ്ക് പ്രെയറാണത്. വെച്ചാൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. പിന്നെ എന്താണ്? തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അപ്പം നിങ്ങൾ ചോദിക്കും ഈ പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നുണ്ടല്ലോ എപ്പോഴും, എന്താ പിന്നെ കുഴപ്പം എന്താ? എന്നിട്ട് പ്രലോഭനം വഴിയിൽ നിന്ന് മാറണില്ല. അതാണ് പ്രശ്നമേ. അത് ഈ പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നുണ്ടല്ലോ, ഒരു സ്വർഗസ്വനായ പിതാവ് ചെല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എത്രയോ പ്രാവശ്യം നമ്മൾ ചെല്ലും. പക്ഷേ എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് ഈ പ്രലോഭനം മാറുന്നില്ലല്ലോ? പല പ്രലോഭനങ്ങളാണ് വരുന്നത്. ചിട്ടിയൊക്കെ പോയി പിടിച്ചിട്ട് പെട്ടിട കണക്കാറുണ്ട്. വെറുതെ ചിട്ടി പിടിക്കണതിനാണെന്നറിയാമോ? ചിട്ടി പിടിച്ചിട്ട് ചിട്ടി ചേർന്നിട്ട് ഉടനെ കയറി പിടിക്കും. 10 ലക്ഷത്തിൻ്റെ ചിട്ടിയാണെങ്കിൽ പിടിക്കുമ്പോൾ ഉടനെ പിടിച്ചാൽ 4 ലക്ഷം 5 ലക്ഷമേ കിട്ടത്തുള്ളൂ. 5.5 ലക്ഷം കിട്ടുമായിരിക്കും കൂടുതൽ. 4 ലക്ഷം വിട്ട് പിടിക്കുകയാണ് നമ്മൾ. ഈ 4 ലക്ഷം നമ്മൾ അതിൻ്റെ അപ്പം കൂടി അടച്ചു കൊടുക്കണം. എന്തിനാണ് ചിട്ടി പിടിക്കുന്നത്? കാറ് മേടിക്കാനാണെങ്കിൽ പണി അപ്പം തന്നെ കിട്ടും. ഇത് പ്രലോഭനമാണ് ശരിക്കും. അതായത് കർത്താവ് തിരുമനസ്സാകണമെങ്കിൽ അങ്ങനെ ഒരു എപ്പോഴും പ്രാർത്ഥനയുടെ എഫിക്കസിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം, അല്ലേ? യാക്കോബിൻ്റെ ലേഖനത്തിൽ രസമുണ്ട്. അതായത് നാളെ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോകും, ഇന്ന വ്യാപാരം ചെയ്യും എന്ന് നിങ്ങൾ പറയരുത്. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി. യാക്കോബ് ശ്രീയുടെ പുസ്തകമാണ് 4-ാം അധ്യായം 13-ാം വാക്യം. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 1 വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ. നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്: കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. ഇത് 4:15. അത് പ്രെയറിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എഫിക്കസി ഓഫ് ദി പ്രെയറാണ് സബ്ജക്റ്റ്. വെച്ചാൽ പ്രെയറിൻ്റെ കണ്ടന്റ്. ഇപ്പം നിങ്ങളിപ്പോൾ ഇംഗ്ലണ്ടിൽ പോകണമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങിച്ചാകുമെന്ന് പറയരുത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണല്ല. അത് കിട്ടിയില്ല പിന്നെ ഒന്നും പഠിക്കത്തില്ല. അത് കിട്ടിയില്ല പിന്നെ പഠിക്കണ പരിപാടിയില്ല.
അപ്പോൾ അതുകൊണ്ട് എന്തുമാത്രം ആൾക്കാരെ വീട്ടിലിങ്ങനെ പ്രാന്തികളായിട്ടൊക്കെ കുത്തിരിക്കണമെന്ന് അറിയാമോ, പ്രാന്തന്മാരായിട്ട്. കാര്യം അവർ വിചാരിക്കുന്ന സ്ഥലത്ത് അവിടെ കൂട്ടുകാർ പോയപ്പോൾ അവർക്ക് പോകാനൊത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ടും കാര്യമില്ല, കിട്ടുകയോ ഇല്ലെന്ന് അറിയത്തില്ല. എന്നാൽ നാട്ടിൽ നിന്ന് PSC എഴുത്, അത് എഴുതത്തുമില്ല. എന്താ കാര്യം? അപ്പോൾ കുറഞ്ഞു പോകും. അയ്യോ, ഇപ്പോഴത്തെ ഒരു മനുഷ്യരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയണത് എന്ത് ജീവിയുടെ മൈൻഡ് സെറ്റാണെന്ന് നമുക്കറിയത്തില്ല. എന്ത് ജീവിയുടെ മൈൻഡ് സെറ്റാണ്. കാരണം അവർ അവിടെ ലൈഫ് സ്പോയിലാകുന്നതിനെക്കുറിച്ച് അവർക്ക് സ്പോയിലായാലും കുഴപ്പമില്ല, ജയിച്ചില്ലേ ജീവിക്കണ്ട എന്നുള്ള ഒരു അവസ്ഥയാണ്. ആരുടെ മുമ്പിൽ ജയിക്കാൻ? ഇവിടെ പറഞ്ഞു കേട്ടില്ലേ, ജയിച്ചില്ലെങ്കിൽ ജീവിക്കണ്ട എന്നാണ് ഇപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ അടിമനസ്സെന്ന് പറയണത്. കാര്യം എനിക്ക് ഇംഗ്ലണ്ടിൽ പോകാൻ ഒത്തില്ലെങ്കിൽ എനിക്ക് PSC ഒന്നും വേണ്ട, അതാണ് പ്രശ്നം. നാട്ടിൽ ജോലി വേണ്ട. ജയിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ എന്നെക്കാൾ മുമ്പേ പോയി അവിടെ ജോലി വാങ്ങിച്ചല്ലോ, അപ്പോൾ അവരുടെ ഒപ്പം എത്താൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട. അങ്ങനെ ജയിച്ചില്ലെങ്കിൽ ജീവിക്കണ്ട എന്ന് പറയുന്നവരോട് വചനം എന്താ പറയണത്? മൂടൽമഞ്ഞാണെന്നാണ് പറയണത്. കണ്ട എന്ത് രസമായിട്ട്. അത് യാക്കോബ് എന്ന് പറയുന്നത് ഇടിവെട്ട് അപ്പോസ്തലനാണേ. ഇന്ന് വന്ന ഈ മനുഷ്യനാണ് മറ്റ് സമരക്കാരുടെ പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷേ അങ്ങേക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അങ്ങയുടെ ലെവലെല്ലാം മാറി. ആ സലോമിയുടെ മകനാണ് ഈ മനുഷ്യൻ, നേരത്തെ പ്രശ്നം ഉണ്ടാക്കിയ സലോമിയുടെ മകനാണ് യാക്കോബ്. ഇപ്പോൾ പറഞ്ഞ കേട്ടില്ലേ, അത് ഈശോയുടെ ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സത്യം അവരറിയും. പണ്ട് സത്യം അറിയാഞ്ഞിട്ടാണ് അപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയത്. താക്കോല് 10 ദിവസം കൊടുത്തെങ്കിൽ എനിക്കും വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ ആളാണ് ഇപ്പോൾ പറയണത്. അങ്ങനെ ബഹളമൊന്നും ഉണ്ടാക്കിയത് കുറേ അബദ്ധമൊക്കെ പറ്റിപ്പോയി. ഇപ്പോഴെന്താ പറയണത്? കർത്താവ് തിരുമനസ്സാകണമെങ്കിൽ 15 ഭയങ്കര രസമല്ലേ. അതായത് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. എന്ത് പറയണം? കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ പണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പം പണ്ട് കർത്താവിൻ്റെ മനസ്സിന് പ്രാധാന്യമൊന്നും ഇല്ലായിരുന്നു. യാക്കോബ് അമ്മനെയും വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അമ്മ പറഞ്ഞത്, എൻ്റെ ഒരു മകൻ അവിടെ വലത്തിരിക്കണം, ഒരാൾ ഇടതുവശത്ത് ഇരിക്കണം എന്നാണ് പറഞ്ഞത്. ആരുടെ സലോമിയുടെ സ്വന്തം മനസ്സാണ്. അപ്പം കർത്താവിൻ്റെ മനസ്സിന് അവിടെ പ്രാധാന്യം ഇല്ലായിരുന്നു. യാക്കോബിന് മനസ്സാന്തരം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കണം എന്താ പറഞ്ഞത്? അന്ന് കുറേ എൻ്റെ അമ്മയോടൊക്കെ ഞാൻ തന്നെ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അമ്മയെക്കൊണ്ട് ഈശോയോട് പറയിപ്പിച്ചിട്ടാണ് പണി കിട്ടിയത്. അതങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം ഇല്ല. ഇപ്പം എന്താ പറയുക? ഇപ്പം ഞാൻ സത്യം മനസ്സിലാക്കി. എന്താണ്? നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പം ജയിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ മനസ്സിന് കൊടുത്ത വിഷയം. അതൊരു വിഷയം ആയതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ഭാഗം ദൈവനിശ്ചയം. ദൈവനിശ്ചയമാണെങ്കിൽ അത് നടക്കും. പക്ഷേ പഴമക്കാർക്ക് വലിയ ബൈബിൾ ഒന്നും ഇല്ലെങ്കിൽ അവർ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കാം. അത് ദൈവനിശ്ചയമാണെങ്കിൽ നടക്കും. എന്നുവെച്ചാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവനിശ്ചയമാണെങ്കിൽ നടന്നാലും മതിയെന്നാണ് ഉദ്ദേശിക്കുന്നത്. അവർ ദൈവനിശ്ചയമാണെങ്കിൽ നടക്കുമെന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്നത് ദൈവനിശ്ചയമാണെങ്കിൽ നടന്നാൽ മതി. ഇപ്പം ദൈവത്തോട് അടുക്കുന്ന വ്യക്തികൾ എപ്പോഴും ഈ ഒരു നിലപാടാണിത്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. അത് ദൈവനിശ്ചയമാണെങ്കിൽ നടന്നാലും മതി. വെച്ചാൽ ദൈവത്തിന് ആ വിഷയത്തിൽ ദൈവമഹത്വം ഉണ്ടാകുമെങ്കിൽ മാത്രം നടന്നാൽ മതി. അല്ലാതെ എനിക്കത് പ്രശ്നം. ഇപ്പം നമുക്കൊരു ചെറുക്കനെ ഇഷ്ടമാണ്, പക്ഷേ എന്താ പറയേണ്ടത്? എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അച്ഛാ ചെറുക്കാൻ കൊള്ളാൻ കേട്ടാ, കുഴപ്പമൊന്നുമില്ല കേട്ടാ. പിന്നെ അവർ പറയണ അവർക്ക് ആഗ്രഹം, അവരുടെ ഫീച്ചേഴ്സ് അവർ പറയും. അതെല്ലാം ഞാൻ ഉദ്ദേശിച്ച എല്ലാം ഉണ്ടെന്ന് പറയും. പിന്നെ ഞാൻ പറഞ്ഞ് നിനക്ക് കെട്ടാൻ പാടില്ലേ, പക്ഷെ കെട്ടത്തില്ല അവൾ. അത് വേറെ ഒരു ലെവലാണ്. ഞാൻ അങ്ങനെയുള്ള കുറേ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്താണ് നീ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവൾക്കത് ആ ചെറുക്കന് ഇഷ്ടമാണ്. അവൾ വിചാരിച്ച 12 വയസ്സ് മുതൽ മനസ്സിൽ കൊണ്ടു നടന്ന കാര്യങ്ങളെല്ലാം ചെറുക്കൻ്റെ തൊണ്ട് എന്ന് അവൾക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ഓക്കെ, പിന്നെ എന്താ പ്രശ്നം? അതില്ല ചാച്ച നോക്കണം ഈശോ എന്ത് പറയുന്നുവെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു നീ തെമ്മടുത്തേം പറയരുത്. കാര്യം ഈ വിഷയം നമ്മൾ ഈശോ അടുത്തേക്ക് വന്നാൽ നോർമലായിട്ട് ചെയ്ത റിസ്ക് നമ്മളെടുത്താൽ മതി. ഈശോ എടുത്ത് ഈ വിഷയം വന്നാൽ ഈശോ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനം ഇവിടെ എഴുതി ഒരു വചനം കണ്ട്, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 1 വർഷം കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ച് നിങ്ങളോട് പറയട്ടെ, നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പം നാളെ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. ഇവൻ ചാകുമോ, വണ്ടി ഇടിച്ച് ചാകുമോ, മക്കളുണ്ടാകുമോ, ഒന്നും അറിയത്തില്ല. അപ്പോൾ അത് അവൾക്ക് ജ്ഞാനമുള്ളത് കൊണ്ടാണ് പറയണത്. വെച്ചാൽ ഈശോ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയണത്? ഈശോ അപ്പം ഞാൻ ചോദിച്ചു, മോളെ ഈശോ പറയണേ നീ ആ ചെറുക്കനെ കെട്ടണ്ടെന്ന് പറഞ്ഞാൽ നീ കെട്ടുക, കെട്ടാതെ നീ ഇനി വല്ല കുഴപ്പം കാണിക്കുമോ? നീ ഇല്ല, സത്യമായിട്ട് ഇല്ല, ഇത്തിരി വിഷമം ഉണ്ടാകുന്നേ ഉള്ളൂ എന്ന് പറയും.
അപ്പോഴേ എന്താ വെച്ചാൽ അങ്ങനെയുള്ളത് ദൈവഹിതം അറിയണ ആൾക്കാരുണ്ട്. ദൈവഹിതം അറിഞ്ഞാലുള്ള പ്രശ്നം വെച്ചാൽ റിസ്ക് ദൈവത്തിൻ്റെ ടേബിളിലാവും, നമുക്ക് പിന്നെ പ്രശ്നമില്ല. നമ്മൾക്ക് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നതിൻ്റെ കാരണം നമ്മളുടെ പിടിവാശി, നമ്മുടെ ഇന്ദ്രിയം എന്ത് നമ്മളോട് പറഞ്ഞു അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ചിലർ പറഞ്ഞില്ലേ, ഇപ്പോൾ ചിലർ പ്രണയം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും സംഗതി ഇത് നമ്മുടെ കുടുംബത്തിൽ ഒറ്റ നിലക്ക് പോകുകയില്ലെന്നറിയാം. കുടുംബത്തിൻ്റെ രീതികളും വിശ്വാസവും അതിൻ്റെ ജീവിതത്തിൻ്റെ ചൈതന്യമൊക്കെ അനുസരിച്ച് പോകാതെ വരുമ്പോൾ ഈ അമ്മയ്ക്കാണെങ്കിൽ മകളെയും ഈ കുട്ടിക്കാണെങ്കിൽ അപ്പനെയും അമ്മേനെയും വേദനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കല്യാണത്തിന് പോകാൻ അവൾക്ക് താല്പര്യമില്ല. പക്ഷേ അവളൊരു പരിപാടി എടുക്കും, പരിപാടി തീരുമാനിക്കും. എന്താ പരിപാടി തീരുമാനിക്കണമെന്ന് പറയണത്, കെട്ടണ്ട, പക്ഷേ എന്നെ വേറെ കല്യാണത്തിന് നിർബന്ധിക്കരുത്. അതാണ് പറയണത്. കെട്ടണ്ട, അപ്പനും അമ്മയും പറഞ്ഞു ഞാൻ ജീവിച്ചോളാം, പക്ഷേ എന്നെ വേറെ കല്യാണത്തിന് നിർബന്ധിക്കരുത്. അതൊരു ചെക്കാണ് ശരിക്കും. ചെക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ എപ്പോഴായാലും മാതാപിതാക്കന്മാർ വഴങ്ങി ഇവളുടെ ഇന്ദ്രിയത്തിന് കണ്ണിൻ്റെ ദുരാശയാണല്ല സംഭവം. എന്താ വെച്ചാൽ എന്ത് പ്രണയമാണെന്ന് പറഞ്ഞാലും വിഷയം ദുരാശയാണ്. കാര്യം കണ്ണിൻ്റെ ഒരു പ്രശ്നം. ഇത് എങ്ങനെയാണ് ഈ പ്രണയം ഉണ്ടായത്? നമ്മുടെ കണ്ണിന് ഇഷ്ടപ്പെട്ട ആളെ കിട്ടി. കണ്ണിൻ്റെ ദുരാശ എന്ന് പറഞ്ഞാൽ എവിടുന്ന് വരുന്നതാണ്? ശരീരത്തിൻ്റെ ദുരാശയാണ്. കണ്ണിൻ്റെ ദുരാശ ശരീരത്തിൻ്റെ ദുരാശയാണ്. ശരീരത്തിൻ്റെ ദുരാശ എന്താ എവിടുന്ന് വരുന്നതാണ്? ജീവിതത്തിൻ്റെ അഹന്തയാണ്. അതാണ് 1 യോഹന്നാൻ 2:17. കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. എന്താ കുഴപ്പം? ഇതൊന്നും പിതാവിൻ്റെതല്ലെന്ന്. കുഴപ്പമൊന്നുമില്ല, ഇത് പിതാവിൻ്റെതല്ലെന്നാണ്. ഇപ്പോൾ നമ്മൾ പെട്രോൾ ബാങ്കിൽ കൊണ്ടുപോയി പെട്രോൾ അടിച്ച് നമ്മളൊരു ഗാന്ധി അങ്ങോട്ട് കൊടുത്ത് ഒരു നോട്ട് കൊടുത്ത് ഗാന്ധി നോട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഉടനെ ഈ പെട്രോൾ ബാങ്കുകാരൻ ഇതിന്മേൽ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പിന്നെ ലൈറ്റ് വെച്ച് നോക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും എന്താണ് സാറേ എന്ത് പറ്റി? ഇത് മറ്റവനാണ് കേട്ടോ എന്ന് പറയും. ആരാണ്? കള്ളനോട്ടേ. എന്ന് വെച്ചാൽ ഇത് റിസർവ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ നോട്ടല്ല. ഇത് ഏതോ നമ്മുടെ ശത്രു രാജ്യത്തു നിന്ന് അടിച്ചിറക്കിയിട്ട് നമ്മുടെ ഇക്കോണമി തകർക്കാൻ വേണ്ടി വിട്ടിരിക്കുന്ന കള്ളനാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് കള്ളൻ വരണമെന്ന് പറഞ്ഞത്. അതാണ് യോഹന്നാൻ പറയണത്. തീരുമാനത്തിൽ കള്ളം വരും ചില സമയത്ത്. എങ്ങനെ വരും? കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഇതെന്താ കുഴപ്പം? ഇതൊക്കെ കുഴപ്പം ആകണം എപ്പോഴാണെന്ന് വെച്ചാൽ ഇതൊന്നും പിതാവിൻ്റെതല്ലെന്ന്. പിന്നെ എന്തിൻ്റെതാണ്? ലോകത്തിൻ്റെതാണ്. എന്താ കുഴപ്പം? ലോകം കടന്നു പോകും, അതിൻ്റെ മോഹങ്ങളും. ആ നിത്യതയെ ബാധിക്കുന്ന വിഷയമാണെന്നാണ് പറയണത്. എന്താ ഗുരുതരമായ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇപ്പോഴത്തെ ഒക്കെ രീതി വരുമ്പോൾ നിത്യതയെ ബാധിക്കുന്ന വിഷയമാണെന്ന് നമ്മൾ പറയണമ്പോൾ തന്നെ അവൾ പ്രഗ്നൻ്റ് ആവും. പിന്നെ നമ്മളെന്ത് ചെയ്യാനാ? അതാണ് വിഷയം. നമ്മൾ മാതാപിതാക്കന്മാർ ഇത് കണ്ടുപിടിച്ച് ഇതിൽ നിന്ന് അവിടെ കൊണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വിശ്വാസത്തെ വളർത്താൻ പറ്റത്തില്ലെന്ന് മാതാപിതാക്കന്മാർ തിരിച്ചറിയണ മുമ്പ് തന്നെ ആൻറ്റിമാർ പ്രത്യക്ഷപ്പെടും. അമ്മയെടുത്ത് ആൻറ്റി പറയും, എടോ താൻ ഇടപെടേണ്ട, അവർക്ക് കഴിയാനുള്ളതൊക്കെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പ്രശ്നം, അല്ലെങ്കിൽ അബോർഷൻ കഴിഞ്ഞെന്ന പ്രശ്നം. അപ്പോൾ പിന്നെ അമ്മയുടെ മനസ്സ് തളരും. അപ്പം കിടന്ന് എന്തെല്ലാം മിച്ചപിരിച്ചാലും. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇത് ആദ്യകാലം തന്നെ നിങ്ങൾ ദൈവത്തിന് അവരെ പ്രതിഷ്ഠിക്കണം. കുഞ്ഞുങ്ങൾ ആദ്യകാലം മുതലേ. നമ്മളെ അവസാന കാലം പ്രതിഷ്ഠിക്കാതിരിക്കുമ്പോഴാണ് കുഴപ്പം വരുന്നത്. യുദ്ധം തുടങ്ങിയപ്പോൾ യുക്രൈനിലേക്ക് മാതാവിനെ കൊണ്ടുപോകണ പോലെയുള്ള പരിപാടിയാണത്. ഇതൊക്കെ നേരത്തെ കൊണ്ടുപോകേണ്ട കേസായിരുന്നു. ഞാൻ പറയണത് ഇതെല്ലാം നേരത്തെ കൂട്ടി പ്രൊട്ടക്ഷൻ പ്രെയർ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയും രക്ഷിക്കണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞുങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന സമയം മുതൽ തന്നെ പ്രൊട്ടക്ഷൻ പ്രെയർ തുടങ്ങണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രെയർ ഓഫ് പ്രൊട്ടക്ഷൻ. നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രെയർ ഓഫ് പ്രൊട്ടക്ഷൻ, സംരക്ഷണ പ്രാർത്ഥന. അപ്പം നിങ്ങൾ ചോദിക്കും ഇത് ഞങ്ങൾ സംരക്ഷണം ഈ അച്ഛൻ ഈ പറഞ്ഞ സംരക്ഷണ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവല്ലേ നമ്മൾ ചെല്ലണത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തൽ തിന്മയും രക്ഷിക്കണമെന്ന് നമ്മൾ ചെല്ലുന്നുണ്ടല്ലോ. പിന്നെ എന്താ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ നോട്ട് മീനിങ് ഇറ്റ്. നിങ്ങൾ ഉദ്ദേശിക്കണത് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ എന്നാണ് ചോദ്യം. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മളത് ഓൺ ചെയ്യുന്നില്ല, നമ്മളത് ഉദ്ദേശിക്കണില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ ദൈവവും അത് ഉദ്ദേശിക്കും. അതാണ് നമ്മൾ ഉദ്ദേശിക്കണം. കർത്താവ് ഞങ്ങൾ ഉദ്ദേശിക്കണം ഇതാണ്, നമ്മുടെ ദൈവത്തിൽ ഞങ്ങൾ അകറ്റുന്ന
കുടുംബത്തിൽ അസമാധാനം ഉണ്ടാക്കുന്ന എല്ലാ തിന്മകളുടെ ശക്തികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾ ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് കർത്താവിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൈവം അതുപോലെ ഉദ്ദേശിക്കും. നമുക്ക് പ്രാർത്ഥനയുടെ ഫലം പോകുന്നതിൻ്റെ കാരണം പ്രാർത്ഥന ചൊല്ലുന്നുള്ളല്ലാതെ നമ്മളത് ഉദ്ദേശിക്കണില്ല, ഓൺ ചെയ്യുന്നില്ല, ഉടമസ്ഥാവകാശമില്ല. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഞങ്ങൾ ഇന്ന് മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയുടെയും വരികള്, വാക്കുകള്, അതിന്റെ അർത്ഥം അത് വചനം ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന. കൂടാരത്തിൽ നിൻ കൃപാരശ്മിയാലേ വിദേശ ജോലി ആഗ്രഹിച്ചു ദൈവഭയമില്ലാത്ത മക്കളെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്താ പ്രശ്നം? ചില പ്രാർത്ഥനയിൽ വേണ്ടത് ഉദ്ദേശമാണ്. നമ്മൾ അതിനെ ഉദ്ദേശിച്ചാൽ ദൈവവും അതുപോലെ ഉദ്ദേശിക്കും. നമ്മൾ ഓൺ ചെയ്യുന്നില്ല, നമ്മൾ ഉദ്ദേശിക്കണില്ല. ഒരു പ്രാർത്ഥന പോലെ സാധാരണ ഓട്ടോമാറ്റിക്കലി യാന്ത്രികമായി ചെല്ലുകയാണെങ്കിൽ ആ പ്രാർത്ഥന യാന്ത്രികമായി പോകും. അപ്പം അതുകൊണ്ട് ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി, പക്ഷേ ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നിനക്ക് ആള് കളിക്കാനും നിൻ്റെ ഉള്ളിലുള്ള പുച്ഛമനോഭാവം പ്രകടിപ്പിക്കാനുമായിരിക്കരുത്. കുറേ ആൾക്കാർ MBBS വേണ്ടി ഇപ്പോൾ യുക്രൈനിൽ പോയി അല്ലേ, അവർ തിരിച്ച് 10-25 ലക്ഷം രൂപ മുടക്കി അവിടെ പഠിച്ചു. അവരങ്ങനെ ലോകത്തിലെ വ്യത്യസ്തമായ വഴികൾ. യുക്രൈനിൽ തന്നെ 20,000 കുട്ടികളുണ്ടെങ്കിൽ 5 ലക്ഷം കുട്ടികളാണ് നമുക്കൊരു വർഷം പുറത്തിറങ്ങേണ്ടത്, മലയാളികളെ. അപ്പോൾ അവർ ഇവിടെ എങ്ങനെ 1.25 ലക്ഷത്തിന് അക്കോമഡേറ്റ് ചെയ്താൽ പക്ഷേ 4 ലക്ഷത്തോളം ആൾക്കാർ ലോകത്തിൽ പലയിടത്ത് പഠിക്കുന്നുണ്ട്. റഷ്യയിൽ, അമേരിക്കയിലൊക്കെ പഠിക്കുന്നുണ്ട് പിള്ളേർ. പഠിച്ചിട്ട് എന്താ അവർ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അവരെ എല്ലാവരും ഡോക്ടറാകാൻ തന്നെ പഠിക്കുകയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും രോഗികളായില്ലെങ്കിൽ പിന്നെ ഈ ഡോക്ടർമാരെല്ലാവരും ആയിട്ടും പ്രയോജനമില്ല. അപ്പോൾ പിന്നെ ആരെങ്കിലുമൊക്കെ ഇവർ തന്നെയായിരിക്കും പിന്നെ രോഗികളാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം നാട്ടുകാരൊക്കെ. എന്താ കാര്യം ഈ ഡോക്ടർമാരുടെ പെരുകി കഴിഞ്ഞാൽ രോഗികൾ പെരുകിയില്ലെങ്കിൽ പിന്നെ അവർക്ക് ജീവിക്കാൻ പറ്റുമോ? എന്താ ഇത്? ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോണ മരുന്ന് കമ്പനികളാണ്. ഇപ്പം മരുന്ന് കമ്പനികളൊക്കെ പിടിച്ച് ഇപ്പോൾ തക്കി തീരില്ല പല കാര്യങ്ങൾക്കും. ഞാൻ എൻ്റെ വിഷയം പറയുന്ന കാര്യം, എൻ്റെ സബ്ജക്റ്റ് അതല്ല. ഈ മനോഭാവം ഒരു വിഷയമാണ്. ഇപ്പം എന്തുകൊണ്ടാണ് എല്ലാവർക്കും MBBS വേണ്ടി വരുന്നത്? MBBS വേണ്ടത് മാത്രം കാര്യമാകത്തില്ലല്ലോ. പിന്നെ MD എടുക്കാതെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഹൗസ് സർജൻസി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയാൽ അവർ അസിസ്റ്റൻറ്റ് ഡോക്ടേഴ്സ് അസിസ്റ്റൻസ് എന്നാണ്. പണ്ട് നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ പറയണത്. നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്, BSc നേഴ്സ് അല്ലെങ്കിൽ പിന്നെ പറയണത് നേഴ്സിംഗ് അസിസ്റ്റൻ്റാണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് അസിസ്റ്റൻ്റ് എന്നും പറഞ്ഞാണ് MBBSകാരെ വെക്കണത്. അവർ ഡോക്ടർമാരായിട്ടല്ലേ വെക്കണത്, ഡോക്ടേഴ്സ് അസിസ്റ്റൻറ്റ് പോരെ. അവർ MD എടുക്കാതെ പറ്റത്തില്ല, MDക്ക് 40 ലക്ഷം വേണം. അപ്പോൾ ഇത് പഠിച്ചിവിടെ വന്നതിന് ശേഷം എന്തെന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നേഴ്സുമാർക്ക് ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ഡോക്ടേഴ്സ് അസിസ്റ്റൻറ്റിന് കിട്ടുന്നതിനേക്കാൾ 4 ഇരട്ടി കാശ് നേഴ്സുമാർക്ക് കിട്ടുന്നുണ്ട് ശമ്പളം. പക്ഷേ ഈ പെൺപിള്ളേർ എന്നാ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നേഴ്സ് ആകണ്ട, നേഴ്സാകണ്ട, അവർക്ക് ഡോക്ടർ തന്നെ ആയാൽ മതി. ഇതാണൊരു പ്രശ്നം. ഇത് ലോകാരോഗ്യം എന്ന് പറഞ്ഞ സാധനമാണ്. അവർക്കാകണ്ട, അതുകൊണ്ട് അവർക്ക് ഡോക്ടർ തന്നെ ആയാൽ മതി. അപ്പോൾ ആ നിലവാരത്തിൽ
സ്വാഭാവികമായിട്ടും ഇതോടുകൂടി ലോകാരൂപി ഭയങ്കരമായ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരും. പിന്നെ ദൈവത്തിന് അടുക്കാൻ പറ്റാതെ വരും. നമുക്ക് തോന്നണമാണ് ദൈവം അടുത്തിരിക്കുകയാണെന്ന്. കാര്യം ഈശോ നേരെ കട്ടൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന് പറ്റത്തില്ലെന്ന്. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മളുടെ ജീവിതവും ഈ ജീവിതവും നമ്മുടെ ആത്മീയ ജീവിതവും തമ്മിൽ ചില സമയത്ത് പൊരുത്തപ്പെടാതെ ഇരിക്കും. അതിൻ്റെ അകത്ത് വാശി. ഇപ്പം ഒരു പെണ്ണ് പ്രസവിച്ചതിൻ്റെ പേരിൽ വാശിയായിട്ട് ജീവിക്കുകയും, പ്രസവിച്ചു കഴിഞ്ഞാൽ അവൾ പ്രസവിക്കാൻ നേരത്തെ അവിടെ അമ്മയെ വിളിച്ചായിരുന്നു, എനിക്ക് നാട്ടിലോട്ട് വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് അമ്മ ഇവിടെ വരണം. ആ സ്ഥലത്തിൻ്റെ പേരൊന്നും ഞാൻ പറയണില്ല. അവർ നിൽക്കണ അവരുടെ സ്ഥലത്ത് ചെന്നിട്ട് അമ്മ അവരുടെ പ്രസവം എടുത്തിട്ട് 10-90 ആകുമ്പോൾ അമ്മയ്ക്ക് പോകാമെന്നാണ് അവൾ പറയണത്. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ പറഞ്ഞു, ഇടി ഇത് മെറ്റേണിറ്റി ലീവ് കിട്ടുമല്ലോ എനിക്ക്, അവിടെ നിന്ന് പോന്നാൽ പോരെ, നീ 7-ാം മാസത്തിൽ പോരിങ്ങോട്ട്. അവർ കൊന്നെന്ന് പറഞ്ഞാൽ പോരത്തില്ല. അമ്മ അങ്ങോട്ട് തന്നെ ചെല്ലണമെന്നാണ് അവിടെ പിടിവാശി. എനിക്ക് ജോലി കളയാൻ പറ്റുകയില്ല എന്നൊക്കെയാണ് അവർ പറയണത്. എന്തും ആയിക്കോട്ടെ. പക്ഷേ അമ്മയ്ക്ക് പോകാൻ പറ്റത്തില്ല. അമ്മ അപ്പം കിടപ്പാണ്, അമ്മയുടെ അപ്പം കിടപ്പാണ് വീട്ടിൽ. അപ്പം അമ്മയുടെ അപ്പം വീട്ടിൽ കിടക്കണ കാരണം, രോഗിയായിട്ട് കിടക്കണ കാരണം ഈ അപ്പനെ ഇട്ടുകൊണ്ട് ഇവിടെ അടുത്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവളാണെങ്കിൽ പിന്നെ ഒരു വിഷയത്തിൽ, അപ്പോൾ ഈ കിടപ്പ് രോഗിയുള്ള വീട്ടിലാണെങ്കിലും ശമ്പളം കൊടുക്കണത് അവൾ വേലയെടുത്തിട്ടാണ് കൊടുക്കണത്. ഈ നേഴ്സ് വേലയെടുത്തിട്ടാണ്, ജോലി ചെയ്തിട്ടാണ് ഈ അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുത്തിട്ടാണ് ഈ കിടപ്പ് രോഗിയുടെ അപ്പനെ നോക്കണത്. അപ്പോൾ അവൾക്കൊരു ക്ലെയിമുണ്ട് അവിടെ. അതുകൊണ്ട് അപ്പനാണോ വലുത് അവളാണോ വലുതെന്നാണ് ഒരു ചോദ്യം. പണി തന്നെ വര കണ്ടില്ലേ. ഇവിടുത്തെ പ്രശ്നം എന്താണിപ്പോൾ? അപ്പനാണോ വലുത്, അമ്മയുടെ അപ്പനാണോ വലുത്, അതാ ഞാനാണ്, മകളായ ഞാനാണോ വലുത്? അത് ഞാനല്ല പണം അടച്ചത്, അപ്പോൾ എൻ്റെ അടുത്തല്ലേ വരേണ്ടത്. അപ്പോൾ ഇത് ലോക അരൂപി വന്ന് ചേരണം. വളരെ ഒരു കുഴപ്പമില്ല ഞാൻ കുടുംബമാണേ. എങ്ങനെയാണ് ഈ വ്യക്തികളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നതെന്നും ദൈവത്തിന് അവരെ സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ തീ പിടിക്കണം കണ്ടില്ലേ. ഇപ്പോൾ ചിലയിടത്തൊക്കെ തീപിടുത്തം ഉണ്ടായ ഫയർ എഞ്ചിന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ പിന്നെ വന്നിങ്ങനെ വെള്ളമൊക്കെ ചാമ്പി കാണിക്കും, അവരറിയാം ഈ സാധനം പൊക്കാണെന്ന്. പിന്നെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ചാമ്പി കാണിക്കുന്നതാണ്. ഇതുപോലെ ദൈവത്തിന് പോലും നമുക്ക് അടുക്കാൻ പറ്റത്തില്ല. കാര്യം ലോകാരൂപി നിന്ന് കത്തുകയാണ് ഇവർ. നിന്ന് കത്തണ ലോകാരി എടുത്ത് ദൈവം എന്ത് ചെയ്യാനാ? അപ്പോൾ അത് ഇവരുടെ അവസാനം ഇവളെന്ത് ചെയ്ത്, ഇവക്ക് അമ്മ ഇപ്പോൾ വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ ഞാൻ വരുത്തുമല്ല, അമ്മയുടെ എംബ്രാനെ ഞാൻ വരുത്തും ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ അവളിരിക്കണത്. അവസാനം അമ്മക്ക് വരാൻ പറ്റത്തില്ല. അപ്പം എങ്ങനെ അടക്ക് ചത്തുപോയെന്ന് ചോദിച്ചാൽ അമ്മ വരിയത്തില്ല. അത് ഇവൾ തിരിച്ചു വരും. ഇവളിങ്ങോട്ട് അവളെ അവസാനം ഗതി കെട്ട് അമ്മയെ കണ്ട് 2 പറഞ്ഞ് പ്രസവിച്ചിക്കാമെന്ന് പറഞ്ഞാൽ അവൾ തിരിച്ചു വരും. 2 പറയുകയും ചെയ്യണം, അവൾക്ക് പ്രസവിക്കുകയും ചെയ്യണം. അമ്മയെ കണ്ട് 2 പറയുകയും ചെയ്യണം, അവൾക്ക് പ്രസവിക്കുകയും ചെയ്യണം. അങ്ങനെ വരുമ്പോൾ അവൾ ഇടയ്ക്ക് വെച്ച് പ്രസവിക്കുമ്പോൾ ട്രെയിനെ കിടന്ന് പ്രസവിക്കും. ഇതിപ്പോൾ നടന്ന കാര്യം പറയണേ, അല്ല പുതിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഈ അപ്പനും ഈ അമ്മയും മകളും തമ്മിൽ സംസാരിച്ചിട്ടില്ല പിന്നീട്. അപ്പോൾ ഓരോ വയ്യാവേലി ഈ തീവട്ടിക്കുള്ളവൻ്റെ വരവ് കണ്ടില്ലേ കുടുംബത്തിലേക്ക്. ഇത് പ്രൊട്ടക്ഷൻ പോണ കൊണ്ടാണ്. മാസ് പ്രെയറിൻ്റെ പ്രശ്നം അതാണ്. നിങ്ങൾ പ്രെയർ ചെയ്യുമ്പോൾ പ്രെയർ മൂവ് ചെയ്യണം. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഈ പ്രലോഭനമെന്ന് പറയണത്. വല്ല കാര്യമുണ്ടാ? പക്ഷേ അവർക്ക് എല്ലാം ഉള്ളിൽ നമ്മൾ എന്ത് കുർബാന സ്വീകരിച്ചതെന്ന് പറഞ്ഞാലും കുമ്പസാരം ചെന്നാലും ലോക അരൂപി ഉണ്ടെങ്കിൽ ഇവൻ എപ്പോഴായാലും തല പൊക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവളൊരു കുഴപ്പമില്ല, മര്യാദയ്ക്ക് കാശ് അയച്ചാൽ അവൾക്ക് അപ്പോൾ കുഴപ്പമുണ്ടായത് അവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ ഉണ്ടായ കുഴപ്പമേ ഉള്ളൂ. അതൊക്കെ ഒരു കുഴപ്പമില്ല. പിന്നെ അപ്പനാണോ വലുത്, ഞാനാണോ വലുതെന്ന് അവർക്ക് അറിയണം. അതറിയേണ്ട ഒരു കാര്യമില്ല, വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറുമല്ല. അതുകൊണ്ട് മത്സരമോ കൊണ്ട് നിങ്ങളൊന്നും ചെയ്യും. മനസ്സിലാവില്ലേ ഇത്? അപ്പോൾ ഫിലിപ്പിയർ എന്താ പറഞ്ഞത്? വായിച്ചോളൂ. മാത്സര്യമോ വ്യർത്ഥാഭിമാനം മൂലമോ നിങ്ങളൊന്നും ചെയ്യരുത്. അതൊക്കെ ഫിലിപ്പിയർ 2:3. മാത്സര്യമാണ് ശരിക്കും. അപ്പനാണോ വലുത്, ഞാനാണോ വലുതെന്ന്. അമ്മയുടെ അപ്പനാണോ വലുത്, അമ്മയുടെ മകളായ ഞാനാണോ വലുത്, അതാണ് മാത്സര്യം. ഇതുപോലെ തന്നെ എനിക്ക് നേഴ്സായാൽ എനിക്ക് ശമ്പളം കിട്ടും, പക്ഷേ എനിക്ക് വേണ്ട, എനിക്ക് ഡോക്ടർ തന്നെയാകണം. ഡോക്ടർ തന്നെയാണെങ്കിൽ ഞാൻ അവരുടെ റഷ്യയിൽ പോയി പഠിച്ചു, തിരിച്ചു വന്ന് കഴിയുമ്പോൾ ഇന്ത്യയുടെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 11ാമത്തെ പരീക്ഷ കഴിഞ്ഞ് 11 പരീക്ഷ കഴിഞ്ഞ് 11 പരീക്ഷ ജയിച്ചിട്ടില്ല. അപ്പം അവരോട് ചോദിക്കുക, നീ നേഴ്സായിട്ട് പിന്നീട് കുറച്ച് ശമ്പളമൊക്കെ കിട്ടി നമുക്ക് പിന്നെ അങ്ങോട്ട് പോയാൽ പോരെ? ഇല്ല, പറ്റത്തില്ല. അപ്പോഴെന്താ, ഈ പരീക്ഷ എഴുതി കെട്ടാനുള്ള ചെറുക്കന്മാരെല്ലാം വേറെ പെണ്ണുങ്ങളെ കെട്ടിപ്പോയി. ഇവളിപ്പോൾ കെട്ടാതെ നിൽക്കുകയാണ്.
എവിടെയാണ് തെറ്റിപ്പോയത്? ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം ഒരു മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ. ഡോക്ടർ ആയില്ലെങ്കിൽ എന്തോ ഒരു അഭിമാനക്കുറവെന്ന് പറഞ്ഞാൽ തന്നെ ബൈബിൾ ഇതിനെ വ്യർത്ഥാഭിമാനം എന്നാണ് വിളിക്കണത്. ഇതിനാണ് വ്യർത്ഥാഭിമാനം എന്ന് പറയണത്. എനിക്ക് നേഴ്സാകേണ്ട, ഡോക്ടർ മാത്രമായാൽ മതി, 11 പരീക്ഷ എഴുതിയാലും കുഴപ്പമില്ല, എൻ്റെ പ്രായക്കാരെല്ലാം കിട്ടിപ്പോയാലും ഞാനിത് പിടിച്ചുകൊണ്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാശി, മാത്സര്യമോ വ്യർത്ഥാഭിമാനവും മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. കർത്താവിൻ്റെ മുമ്പിൽ പറയണം, കർത്താവേ, യാക്കോബ് 4:15 വായിച്ചില്ലേ, അങ്ങ് തിരുമനസ്സാകണമെങ്കിൽ നാളെ ഞങ്ങൾ റഷ്യയിൽ പോകും, യുക്രൈനിൽ പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും പട്ടണത്തിൽ പോകും, ഇന്ന വ്യാപാരം ചെയ്യും, ഇന്ന സബ്ജക്റ്റ് പഠിക്കും, അങ്ങ് തിരുമനസ്സാകണമെങ്കിൽ എന്ന് പറയണം നമ്മൾ. അല്ലാതെ എൻ്റെ തിരുമനസ്സാണ്, എൻ്റെ തിരുമനസ് പോലെ തന്നെ നടക്കണമെന്ന് പറയണതാണ് വിഷയം വരുന്നത്. അത് നമുക്ക് ശരിക്കും നമ്മൾ പല ആൾക്കാർക്കും ദൈവാനുഭവം ഇല്ലാത്തതിൻ്റെ കാരണം ഇതുപോലെ എഫിക്കസി ഓഫ് പ്രയറിൻ്റെ ഒരു പ്രോബ്ലമാണ്. അതായത് ഇവരുടെ പിടിവാശി തന്നെ നടത്തിയെടുക്കാൻ വേണ്ടി അതൊരു മാനസിക രോഗമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ കുഴപ്പമൊന്നും അവർക്കില്ല. ചെമ്പരത്തിപ്പ് 2 ചെവിലും വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. കാര്യം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇവർ പിടിച്ച് ഈ ജീവിതം ഇങ്ങനെ ഈ ഒറ്റ വിഷയത്തിൽ കളയണത്? എന്തിനാണ് അവർക്ക് ഇത്? എന്താ പ്രശ്നം വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ ചിലപ്പോൾ നാളെ നിങ്ങൾ ജയിക്കുമായിരിക്കും, അതിൻ്റെ അകത്തൊരു തെറ്റുമില്ല, നാളെ ജയിക്കാലെന്നൊന്നും പറയണില്ല. പക്ഷേ ടൈം ഒരു പ്രോബ്ലമാണ്. ടൈം ലോസ്റ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈം നമുക്ക് ലോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടൈമിൻ്റെ ഈ പ്രൊട്ടക്ഷൻ വരുമ്പോൾ സമയത്തിൻ്റെ മേലാണ് പ്രൊട്ടക്ഷൻ വേണ്ടത്. ദൈവം സമയമാണ് പ്രൊട്ടക്റ്റ് ചെയ്യണത്. വിഷയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് പകരം ദൈവം സമയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇപ്പം നമ്മളെപ്പോഴും നമ്മുടെ സമയം എപ്പോഴും ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം നമുക്ക് കുറേ വിഷയങ്ങളുണ്ടാകും. ഇപ്പം നീ ഒരു വീട് വെക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്, 15 കൊല്ലമായി വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഉടമ്പടി എടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് പപ്പയ്ക്ക് എവിടുന്ന് പൈസ കിട്ടിയെന്ന് ഒരു പിടിയുമില്ലെന്ന് പറയും. ഞങ്ങളെ വീട് വെച്ചാന്ന് പറയും. അപ്പോൾ അത് സാക്ഷ്യം കിടപ്പുണ്ട്, 50,000 പേര് കണ്ട സാക്ഷ്യമാണത്. പക്ഷേ 15 കൊല്ലം അവർക്ക് വീട് വെക്കാൻ ഒത്തില്ല. 15 കൊല്ലം ഒരു ആസ്പെറ്റോസിൻ്റെ ഒരു ഷെഡിൽ താമസം എന്ന് അവർ പറയണേ. പക്ഷേ സമയം, കർത്താവേ എൻ്റെ സമയത്തെ നീ ഏറ്റെടുക്കണമേ, എൻ്റെ സമയത്തെ നീ, അത് ഏറ്റവും ടോപ്പ്. ഇപ്പോൾ കൃപാസനം അൾത്താറയിൽ 2004 പ്രത്യക്ഷപ്പെട്ട അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ അന്ന് തൊട്ട് അമ്മയോട് ചോദിക്കണം, അമ്മേ എന്തുകൊണ്ടാണ് ഈ ക്ലോക്ക് ഇങ്ങനെ കാണിച്ചതെന്ന്. ക്ലോക്ക് 10:08 2 സൂചി നിൽക്കുകയാണ്. ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണം നമ്മൾ പറയുമ്പോഴും ഇന്നും ഞാൻ ഓർക്കും എന്തുകൊണ്ടാണ് ക്ലോക്ക്. നമ്മൾ അന്ന് കണ്ടതിന് ശേഷം സിൽവർ ഗ്രേയിൽ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ് അമ്മയുടെ കളർ തന്നെ വരണത്, കാലത്തിൻ്റെ ഒരു അവസാന കളർ പോലെ. അപ്പോൾ ഈ കാലത്തെ കാണിക്കുമ്പോൾ കാലമാണ് വിഷയം. നമ്മുടെ എല്ലാ വിഷയത്തിനും കർത്താവേ എൻ്റെ സമയത്തെ സംരക്ഷിക്കണമേ. കാര്യം സമയത്തിന് സംരക്ഷണം വേണ്ടതാണ്. കാര്യം സമയം നമുക്ക് തരണതും സമയം കൂടിപ്പോണതും കുറഞ്ഞു പോണതുമാണ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം. ഒരു മനുഷ്യൻ്റെ സമയം നേരത്തെ ആകണതും സമയം കുറഞ്ഞു പോണതും സമയം കൂടിപ്പോണതും എല്ലാം സമയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു കൺട്രോൾ, നമ്മുടെ സമയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സമയം നേരത്തെയാകും, അല്ലെങ്കിൽ സമയം കഴിഞ്ഞു പോകും. രണ്ടിനും സമയം നേരത്തെയായാലും അതിൻ്റെ പേര് അസമയമെന്നാണ്, സമയം കഴിഞ്ഞു പോയാലും അതിൻ്റെ പേര് അസമയമെന്നാണ്.